ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ജഗനിയന്താവായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഈ മജ്ലിസിൽ ഒരിക്കൽ കൂടി പങ്കാളികളാവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഇത് നമ്മുടെ തടിക്ക് നല്ല ആഫിയത്തുണ്ടാവാൻ, നമ്മുടെ മനസ്സിന് നല്ല കരുത്ത് കിട്ടാൻ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊക്കെയും തീർന്നു കിട്ടാൻ, സമയത്തിലും കുടുംബത്തിലും വലിയ ബറക്കത്ത് കിട്ടാനുള്ള ഒരു കാരണമായി അള്ളാഹു കബൂലാക്കട്ടെ. ഖിയാമത്ത് അടയാളങ്ങൾ വിശദീകരിക്കവേ കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ പറഞ്ഞു, വഅതാഅ റജുലു ഇംറഅതഹു വഅഖ ഉമ്മഹു വഅദ്നാ സ്വദീഖഹു വഅഖസാ അബാഹു. ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടാൽ, ഒരാൾ തൻ്റെ കൂട്ടുകാരന്, തൻ്റെ സ്നേഹിതന്, തൻ്റെ പ്രിയപ്പെട്ട ബാപ്പയേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമൊക്കെ വ്യാപകമായാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ കാത്തിരുന്നോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബാപ്പയേക്കാൾ കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുക്കുക, ബാപ്പയുടെ അഭിപ്രായത്തെക്കാൾ കൂട്ടുകാരന്റെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കുക, ഉമ്മയുടെ ആഗ്രഹത്തെക്കാൾ അഭിപ്രായത്തെക്കാൾ ഭാര്യയുടെ അഭിപ്രായങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക. ഇതൊന്നും ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ചേർന്നതല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ ഒരാളും ഇല്ല. അങ്ങനെയാണ്. ولا أنثى تقوم مقام أمي فهل للأم في الدنيا مثيل لذلك فهي أكثرنا حقوقا بها الرحمن أنزل جبرائيل. സഹോദര സഹോദരി, എന്താണ് ഈ പറയുന്നതെന്ന് ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. വലാ ഉൻസാ തഖൂമു മഖാമ ഉമ്മി, വലാ ഉൻസാ തഖൂമു മഖാമ ഉമ്മി. ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പെണ്ണും തന്നെയില്ല. ഉമ്മാക്ക് പറയാൻ പറ്റിയ ഒരു ഉദാഹരണം ദുനിയാവിൽ വേറെയില്ല തന്നെ. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ ബാധ്യത, ഏറ്റവും വലിയ കടപ്പാട് ഉമ്മയോടാണ്. റഹ്മാനു അൻസല ജബ്രായീലു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. ഭൂലോകത്തുള്ളവരിൽ ഏറ്റവും വലിയ ബാധ്യത ഓരോരുത്തർക്കും തൻ്റെ ഉമ്മയോടാണ്, പിന്നെ തൻ്റെ ഉപ്പയോടാണ്. ഇലാഹായ റബ്ബേ, അതൊക്കെയും പാലിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒന്ന് മനസ്സറിന് ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു സ്വീകരിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ ഏറെ ഉപകരിക്കുന്ന ഒരു കാര്യം കൊണ്ട് നബിയെ നിങ്ങൾ എന്നോടൊരു വസിയത്ത് പറയൂ എന്ന് സഹാബികളിൽ ഒരാൾ മുത്തു റസൂലിനോട് പറഞ്ഞപ്പോൾ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താനാണ് റസൂലുള്ള പറഞ്ഞത്. ഇന്നിപ്പോ അതൊന്നും പറയണ്ട. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഉമ്മയോട് കുരച്ചു ചാടുന്ന മക്കൾ, ബാപ്പയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന മക്കൾ, ബാപ്പയുടെ വാക്കുകൾക്ക് ഉമ്മയുടെ വാക്കുകൾക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാതെ ഒന്നിരിക്കെ സ്വന്തം താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കോ വേണ്ടി തോന്നിയതുപോലെ ചെയ്യുന്ന മക്കൾ വളർന്നു വരുന്നൊരു കാലഘട്ടം. മആദല്ലാഹ്, അല്ലാഹു കാക്കട്ടെ.
മുഅ്മിനെ ശ്രദ്ധിക്കണം. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. അന്നഹു ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹ്. ഹബീബായ നബിയുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഫഖാല, അയാൾ ചോദിക്കുന്നുണ്ട്, നബിയേ യാ റസൂലല്ലാഹ് ഔസിനി ബിവസിയത്തിൻ അൻതഫിഉ ബിഹാ ഫിദ്ദുനിയാ വല്ലാഖിറ. നിങ്ങൾ ഓർക്കലൊന്നല്ലല്ലോ? ഹലോ, കേൾക്കണില്ലേ? നിങ്ങളോടാണ് ചോദ്യം. ഉറക്കം തൂങ്ങിയോ? ഇത് ഉണർവോടുകൂടെ കേൾക്കണം കേട്ടോ. ഇത് നമ്മുടെ മനസ്സിനെ ഹയാത്താക്കുന്ന വിഷയ പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മനസ്സിന് അല്ലാഹു നല്ല ഹയാത്ത് നൽകട്ടെ. ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ ഔസിനി, എന്നോടൊരു വസിയത്ത് പറയണം. എങ്ങനത്തെ വസിയത്താണെന്നറിയോ? ബിവസിയത്തിൻ അംതഫിഉ ബിഹാ ഫിദ്ദുനിയാ വല്ലാഖിറ. ദുനിയാവിലും ആഖിറത്തിലും എനിക്കേറെ ഉപകാരപ്രദമായ ഒരു വസിയത്ത് നിങ്ങൾ എന്നോട് പറയണം നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ ഫഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ അയാളോട് ചോദിച്ചു, സഹോദരാ, ഫഹല്ലക വാലിദുൻ വവാലിദാ. നോക്ക്, ഫഹല്ലക വാലിദുൻ വവാലിദത്തുൻ, നിനക്ക് ഉമ്മയും ബാപ്പയും ഒക്കെ ഉണ്ടോ? നിന്റെ വാപ്പയും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടോ? ഫഖാല നഅം യാ റസൂലല്ലാഹ്. അയാൾ പറഞ്ഞു, ഉണ്ട് നബിയേ, ബാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്. ഖാല, ഹബീബിന്റെ പ്രതികരണം ഇങ്ങനെയാണ്, ഇദാ അദ്ദൈത ഹഖ്ഖഹുമാ വഅതഅംതഹുമാ ലകാ ബികുല്ലി ലുഖ്മത്തിൻ ഖസ്റുൻ ഫിൽ ജന്ന. ഇദാ അദ്ദൈത ഹഖ്ഖഹുമാ, നിന്റെ ബാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് നീ നിന്റെ ബാധ്യതകൾ പൂർത്തീകരിച്ചാൽ, അവരോടുള്ള കടപ്പാടുകൾ നീ പൂർത്തീകരിച്ചോ. വാതഅംതഹുമാ, അവർക്ക് ആവശ്യമായ ഭക്ഷണം നീ നൽകി, അവരെ നീ ഭക്ഷിപ്പിച്ചോ, അതിനുള്ള സാഹചര്യമുണ്ടാക്കി. എന്നാൽ സഹോദരാ, സഹോദരി, ലകാ ബികുല്ലി ലുഖ്മത്തിൻ ഖസ്റുൻ ഫിൽ ജന്ന. നിന്റെ ഉമ്മാക്കും ബാപ്പാക്കും നീ നൽകുന്ന ഓരോ പിടി ഭക്ഷണവുമില്ലേ, അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ റബ്ബിന്റെ സ്വർഗത്തിൽ നിനക്ക് സുഖിക്കാനായൊരു കൊട്ടാരം പണിയുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാരും ആമീൻ പറയും. ആഫിയത്തുള്ള ദീർഘായുസ് മർമ്മപ്രധാനാണ്. ഇന്നിപ്പോ ഈ കൂട്ടത്തിൽ എന്നോടൊരു സഹോദരി വന്നിട്ട് സങ്കടം പറഞ്ഞു, ഉമ്മാന്റെ കാര്യം 10 ദിവസമായിട്ട് ശരിക്കും ഭ്രാന്ത് പിടിച്ചതുപോലെയാണ്. അങ്ങനെ തന്നെ പറഞ്ഞത്, ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. രാത്രിയൊന്നും തീരെ ഉറക്കമില്ല, വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് പോന്നതാണെന്നാ പറഞ്ഞത്. അള്ളാഹു ആ ഉമ്മയുടെ കാര്യത്തിൽ ഖൈറായ തീരുമാനമുണ്ടാക്കട്ടെ. അള്ളാഹു എല്ലാ കഷ്ടപ്പാടുകളെ തൊട്ടും കാക്കട്ടെ. അതുപോലെ ഉമ്മമാരെ പരിചരിക്കുന്നതിൽ നിന്ന് ഈ ക്ലാസ്സിലേക്ക് വന്നവരുമുണ്ട്. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും വലിയ ഖൈറായ സംഗതിയാണ് അവർക്ക് വേണ്ടി സേവനം ചെയ്യുക, അവർക്ക് ഭക്ഷണം നൽകുക, അവരെ പരിചരിക്കുക. അതിലൊന്നും ഒരു മടിയും ഒരു നിലയിലും ആരും കാണിക്കരുത്.
അവർക്ക് ഉള്ള ഹക്ക് വീട്ടണം. ചിലപ്പോൾ അവർ നമ്മൾ വിചാരിച്ചതുപോലെ ആവില്ല. ചിലപ്പോൾ നമുക്ക് വലിയ താല്പര്യമില്ലാത്ത ചില വർത്തമാനങ്ങളൊക്കെ അവർ പറയും. പ്രത്യേകിച്ച് പ്രായമൊക്കെ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ ചില സംസാരങ്ങളൊക്കെ അവരിൽ നിന്നുണ്ടാകും. നമ്മളെ ചെറിയ തോതിലെങ്കിലും വേദനിപ്പിക്കുന്ന ചില വാക്കുകൾ അവരിൽ നിന്ന് വന്നു എന്ന് കരുതുക. എന്നാൽ പോലും അവരോടുള്ള ബാധ്യത അത് ഹക്കോടുകൂടെ തന്നെ നിറവേറ്റണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരിക്കൽ ഒരാൾ വന്നു. അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലീ വാലിദ, എനിക്കൊരു ഉമ്മയുണ്ട് നബിയേ, അൻഫിഖു അലൈഹാ, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ആ ഉമ്മാക്ക് വേണ്ടി ഞാൻ എൻ്റെ സമ്പത്ത് ചെലവഴിക്കാറുണ്ട്, ഉമ്മാക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നാലും ഉമ്മയുടെ സ്വഭാവം കേൾക്കണോ? ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ ഉമ്മാന്റെ നാവ് കൊണ്ട് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞാന് ഉമ്മയുടെ ഹക്ക് മനസ്സിലാക്കി ഉമ്മാക്ക് വേണ്ട വിധത്തിലുള്ള സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, വേണ്ട ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു, വസ്ത്രം വേണമെങ്കിൽ വസ്ത്രം എത്തിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഉമ്മ നാവ് കൊണ്ട് എന്നെ വല്ലാതെ ഇടങ്ങാറാക്കാൻ. ചില വർത്താനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം തോന്നിപ്പോകും നബിയെ. അങ്ങനെയുള്ള ചില വർത്താനങ്ങളൊക്കെ ഉമ്മ പറയുന്നുണ്ട്. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ പറയുന്നു ഉമ്മാക്ക് വേണ്ടി ഇനിയും ഞാൻ ആ സേവനം ചെയ്യേണ്ടതുണ്ടോ? ശ്രദ്ധിക്ക് സഹോദരി, സഹോദര, എന്താണ് ഈ പറയുന്നതിന്റെ പൊരുളൊന്ന് ചിന്തിക്ക്. ഫഖാല അലൈഹിസ്സലാം, ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ഇങ്ങനെയാണ്, സഹോദര, നീ നിന്റെ ഉമ്മയോടുള്ള ബാധ്യത പൂർത്തീകരിക്കണം. ഫവല്ലാഹി, അഖിലാണ്ട കടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ ഖതഅത ലഹ്മക, ലൗ ഖതഅത് ലഹ്മക മാ അദ്ദൈത റുബഅ ഹഖിഹാ. എടാ, നീ നിന്റെ മാംസത്തിന്റെ ഒരു കഷ്ണം തന്നെ മുറിച്ചു കൊടുത്താലും മാ അദ്ദൈത റുബഅ ഹഖിഹാ, ആ ഉമ്മയോടുള്ള നിന്റെ ബാധ്യതയുടെ 1/4 പോലും പൂർത്തിയാവില്ല. നീ ചെലവിന് കൊടുക്കുന്നുണ്ട് എന്ന് വലിയ കാര്യമായിട്ട് പറഞ്ഞല്ലോ. നോക്ക്, നീ ചിലവിന് കൊടുക്കുന്നു എന്ന് വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ നിന്റെ ശരീരത്തിന്റെ ലൗ ഖതഅത ലഹ്മക, നീ നിന്റെ മാംസാണ്ട് മുറിച്ചു, എന്നാൽ പോലും മാ അദ്ദൈത റുബഅ ഹഖിഹാ, നിന്റെ ഉമ്മയോടുള്ള ബാധ്യതയുടെ 1/4 പോലും നീ പൂർത്തീകരിച്ചവനാവില്ല. അമലിംത, നിനക്കറിഞ്ഞുകൂടെ സഹോദരാ, അന്നൽ ജന്നത തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ കീഴിലല്ലേ സ്വർഗമെന്ന സത്യം നിനക്കറിയില്ലേ? അല്ലാഹുവിന്റെ റസൂല് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ അയാൾ ഇങ്ങനെ മിണ്ടാതെ അവിടെ നിന്നു. കേൾക്കണില്ലേ? മനസ്സിലാവണില്ലേ? സ്പീഡ് കൂടിയോ? എടോ, നിന്റെ ശരീരത്തിന്റെ ഒരു കഷ്ണം നീ മുറിച്ചങ്ങ് കൊടുത്താൽ പോലും നിന്റെ ഉമ്മാനോടുള്ള ബാധ്യത തീരൂല. ഇത് നിനക്കറിയോ? ഉമ്മയോടുള്ള ബാധ്യതയുടെ 1/4 പോലും തീരൂല. ഇതാണ് അവസ്ഥ എന്ന് നിനക്കറിയില്ലേ?
അപ്പോൾ അയാൾ മൗനിയായി നിന്നു. ഫഖാല ഫവല്ലാഹി ലാ അഖൂലു ലഹാ ശൈആ. ഒരൽപനേരം മൗനിയായി നിന്നിട്ട് പറഞ്ഞു, വല്ലാഹി വല്ലാഹി ഇലാഹായ റബ്ബിനെ തന്നെയാണ് സത്യം, ലാ അഖൂലു ലഹാ ശൈആ. ഇനി ഞാനൊന്നും എൻ്റെ ഉമ്മാനോട് പറയൂല, ഞാനൊരു വാക്കും ഇനി എതിർത്ത് പറയൂല. പിന്നീട് ആ മനുഷ്യൻ തന്നെ ഉമ്മയുടെ അടുത്ത് പോയി. ചെന്നിട്ട് ഉമ്മയുടെ കാലങ്ങ് പിടിച്ചു, ചുംബിച്ചു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ വാലിദതി യാ ഉമ്മി ബിദാലിക അമറനി റസൂലുള്ളാഹ്. നിങ്ങളുടെ കാലൊന്ന് പിടിച്ച് ചുംബിക്കാനാണ് അള്ളാന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചതുമ്മ. ഞാൻ ആ കാര്യം ഇതാ നിറവേറ്റുകയാണെന്ന് പറഞ്ഞ് തന്റെ ഉമ്മയുടെ കാൽ പിടിച്ച സഹാബി വര്യൻ ചുംബിക്കുകയാണ്. ആ സമയത്ത് എന്തേ അങ്ങനെ ചെയ്തത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം. മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവർ, അവർക്ക് സേവനം ചെയ്യാൻ മടി കാണിക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, നമ്മളും നമ്മുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണം. ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. രോഗബാധിതരായി കിടക്കുന്ന മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്ന വിഷയത്തിൽ മടി കാണിക്കുന്ന മക്കളുണ്ട് എന്നത് അത് വലിയ ഗൗരവമുള്ളൊരു സംഗതി തന്നെയാണ്. അത് വലിയ നാശവുമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനെ ശ്രദ്ധിക്കണം. ഈ ഹദീസിൽ കാണാം, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയാ. എന്നെ നബിയായി അയച്ച അല്ലാഹനെ തന്നെയാണ് സത്യം. അല്ലാഹുവേ, ഉറക്ക് തുടങ്ങിയോ? ഒന്ന് പറ്റുകയാണെങ്കിൽ ആ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ഒന്ന് നോക്കി വെക്കാനി. ആരെങ്കിലും ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ വേദനാക്കാതൊരു തോണ്ട് കൊടുത്തോളൂ. വേദനാക്കാതൊരു തോണ്ട് കൊടുക്കും. നിങ്ങളോടന്നെ ഈ പറയണത്, നിങ്ങളോടന്നെ. ഇവിടെ വന്നിരുന്നിട്ട് ഉറങ്ങാന്ന് പറഞ്ഞാൽ നടക്കൂല, അത് ശരിയാവില്ല. അതിനു മാത്രം ത്യാഗം സഹിച്ചിട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞേക്ക്. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. പറ്റിപ്പോയ പാപങ്ങളൊക്കെയും അല്ലാഹു മാപ്പാക്കി തരട്ടെ. ഖൈറായ സംഗതികളൊക്കെ അല്ലാഹു നമ്മിലേക്ക് അടുപ്പിച്ചു തരട്ടെ. നമുക്ക് ഷർറുള്ളതിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ ഷർറുകളെ അല്ലാഹു നമ്മിൽ നിന്ന് അകറ്റട്ടെ. നാം ഭയപ്പെടുന്ന, നമ്മളെ അസ്വസ്ഥരാക്കുന്ന എന്തെല്ലാം ഫിത്നകളും ഫസാദുകളും കുഴപ്പങ്ങളുമുണ്ടോ അതിനെ തൊട്ടൊക്കെയും കാരുണ്യക്കടലായ റബ്ബ് ഈ മുഅ്മിനീങ്ങളെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കേ, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, വല്ലദീ ബഅസനി ബിൽ ഹഖ് വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയാ. നബിയായി എന്നെ അയച്ച അല്ലാഹനെ തന്നെയാണ് സത്യം. മാ മിൻ അബ്ദിൻ റസഖഹുല്ലാഹു മാല സുമ്മ ബർറ വാലിദൈ ഇല്ലാ കാന മഈ ഫിൽ ജന്ന. മാ മിൻ അബ്ദിൻ, ഏതെങ്കിലും ഒരു അടിമ, റസഖഹുല്ലാഹു മാലൻ, അല്ലാഹു അയാൾക്ക് സമ്പത്ത് കൊടുത്തു. ഏതെങ്കിലും ഒരടിമക്ക് അല്ലാഹു ആവശ്യമായ സമ്പത്ത് കൊടുത്തു. സുമ്മ ബർറ വാലിദൈ, പിന്നെ അയാൾ ആ കിട്ടിയ സമ്പത്ത് കൊണ്ടെന്ത് ചെയ്തെന്നറിയോ? ബാപ്പാക്ക് സേവനം ചെയ്തു, ഉമ്മാ
ഉമ്മാക്ക് ഗുണം ചെയ്തു, ആവശ്യമായ വസ്ത്രം വാങ്ങിക്കൊടുത്തു, ആവശ്യമായ ഭക്ഷണം എത്തിച്ചു കൊടുത്തു, അത് വാങ്ങാനുള്ള പണം അവരുടെ കയ്യിലേൽപ്പിച്ചു. ആ പണം അവർക്ക് വേണ്ടി ചെലവഴിച്ചാൽ ഇല്ലാ കാന മഈ ഫിൽ ജന്ന, അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയായിരിക്കുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പണം കിട്ടി, ആ പണം ഉമ്മാക്കും ബാപ്പാക്കും കൊടുത്തു, അവരെ സന്തോഷിപ്പിച്ചാൽ ഇല്ലാ കാന മഈ ഫിൽ ജന്ന, എന്റെ കൂടെ സ്വർഗത്തിലായിരിക്കും അവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ്, അപ്പോൾ സദസ്സിൽ ഒരാൾ ചോദിച്ചു, അല്ല നബിയേ, ഫഇല്ലം യകുൽ ലഹു വാലിദാനി ഫിദ്ദുനിയ, അതിനോന്റെ വാപ്പയുമ്മില്ലെങ്കിലോ? ബാപ്പയും ഉമ്മയും ദുനിയാവിലില്ല, അവർ മരണപ്പെട്ടു പോയി, എന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും നബിയെ? ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. പണം കയ്യിലുണ്ട്, ബാപ്പ ജീവിച്ചിരിപ്പില്ല, ഉമ്മ ജീവിച്ചിരിപ്പില്ല, എന്നാൽ ഈ പണം കൊണ്ട് അവർക്ക് സേവനം ചെയ്ത് വല്ലതും നേടാനുള്ള വല്ല വഴിയുമുണ്ടോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യതസദ്ദഖു അൻഹുമാ, അതേതെങ്കിലും നിലക്ക് അവരുടെ പേരിൽ സ്വദഖ ചെയ്യണം. അതേതെങ്കിലും പേരിൽ അവരുടെ പേരിൽ അവർക്ക് വേണ്ടി സ്വദഖ ചെയ്യണം. ഭക്ഷണം കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ വാഫി കോളേജിൽ ഏകദേശം 100-100ഓളം മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ ആണ്ടിന്റെ മാസവും ദിവസമൊക്കെ വരുമ്പോ പല കുടുംബങ്ങളും ഇവിടെ വരാറുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ബാപ്പാന്റെ ആണ്ടാണ്, ഉമ്മയുടെ ആണ്ടാണ്, ഇന്ന ദിവസം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഇവിടെയുള്ള സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, യത്തീം മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം അത് പറഞ്ഞു വരുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് പറയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ യതസദ്ദഖു അൻഹുമാ, ആ ബാപ്പക്കും ഉമ്മക്കും വേണ്ടി സ്വദഖ ചെയ്യണം. എങ്ങനെയാ സ്വദഖ എന്നറിയോ? അവർക്ക് വേണ്ടി ഭക്ഷണം നൽകുക. പിന്നെയോ വഖിറാഅത്തിൽ ഖുർആൻ ഔ ബിദ്ദുആ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതി ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. ഇന്നും മരണപ്പെട്ടു പോയ പലരുടെയും പേരിൽ ദുആ ചെയ്യാൻ ഇവിടെ നമ്മളെ മജ്ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി എത്രയെത്ര മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, സ്വീകരിക്കണമേ അല്ലാ, ഖബർ വിശാലമാക്കണമേ അല്ലാ. പ്രത്യേകം പറഞ്ഞവരുണ്ട് ഇന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത്. ചിലര് പേര് പറഞ്ഞെന്നെ തോർക്കണം എന്നറിയും, ചിലര് പറയും പേരൊന്നും പറയണ്ട, ഉമ്മാന്റെയും ബാപ്പാന്റെയും ഭർത്താവിന്റെ ഒക്കെ പേരിൽ ദുആ ചെയ്താൽ മതി. എങ്ങനെയാണെങ്കിലും നമ്മളെ നിയ്യത്തിനനുസരിച്ച് അതിന്റെ സന്തോഷം അവരുടെ ഖബറിലെത്തും. അബ്ദുറഹ്മാൻ പുല്ലിപ്പറമ്പ്, സുബൈദ കോഴിപ്പുറം, അലവി കോടൂർ, ഫാത്തിമക്കുട്ടി കൊണ്ടോട്ടി, പിലാത്തോട്ടത്തിൽ ഫാത്തിമക്കുട്ടി ആൽപ്പറമ്പ്, ഹസൻ ഹാജി പറമ്പാടൻ, മുഹമ്മദ് ഹാജി മുണ്ടമ്പ്ര, ഫാത്തിമക്കുട്ടി വളമംഗലം, ബിയ്യക്കുട്ടി വളവട്ടൂർ, ഇതൊക്കെ ഇന്ന് ഈ മജ്ലിസിൽ ഇവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ച സംഗതികളാ. ഇവരുടെ മക്കൾക്ക്, കുടുംബങ്ങൾക്ക് സന്തോഷിക്കാം. ഇവർ ഈ കുടുംബങ്ങളോട് സംതൃപ്തരായിരിക്കും. അവര് വലിയ സന്തോഷത്തിലാകും, അവർക്ക് വലിയ ആനന്ദമാകും.
അതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, യതസദ്ദഖു അൻഹുമാ, ആ മരണപ്പെട്ടവർക്ക് വേണ്ടി സദഖ നൽകാമല്ലോ, ബിത്ആമിത്ആം, ഭക്ഷണം നൽകാമല്ലോ, വഖിറാഅത്തിൽ ഖുർആൻ, അവർക്ക് വേണ്ടി ഖുർആൻ ഓതാമല്ലോ, ഔ ബിദ്ദുആ, ദുആ ചെയ്യാം, ദുആ ചെയ്യിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ഒരു മജ്ലിസിലാകുമ്പോ ഇന്നാലിന്നാക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, ഇന്നാലിന്നാളുടെ ഖബർ നീ വിശാലാക്കണേ റബ്ബേ എന്ന് പറയുമ്പോൾ 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ ആമീൻ പറയുന്നത്. പതിനായിരക്കണക്കിന് ആമീനുകൾ ഇന്ന് ഈ മജ്ലിസിൽ എത്തിയ ഈ മുഅ്മിനീങ്ങൾക്ക് പുറമേ 10,000-കണക്കിന് മുഅ്മിനീങ്ങൾ ഓൺലൈനായി ഇപ്പോൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നവർ ആയിരങ്ങൾ വേറെയും. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയൊക്കെയും അവരുടെ ഖബറിൽ വലിയ സന്തോഷായിരിക്കും. അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇതൊക്കെ ഒഴിവാക്കിയാലോ? ബാപ്പിയമ്മ മരിച്ചുപോയി, മരിച്ചവർക്ക് വേണ്ടി പിന്നെന്ത് യാസീന്, പിന്നെന്ത് ഖുർആനോത്ത്, പിന്നെന്ത് ദാനധർമ്മങ്ങൾ. വഇൻ തറകഹുമാ ഫഖദ് അഖഹുമാ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഒരാൾ ഇതൊക്കെ അങ്ങ് ഒഴിവാക്കി പാപ്പയും ഉമ്മയും മരണപ്പെടലോടെ അവരുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളും ഒഴിവാക്കിയാൽ ഫഖദ് അഖഹുമാ, അവര് ബാപ്പയെയും ഉമ്മയെയും വെറുപ്പിച്ചവരിൽ പെട്ടുപോയി. വമൻ അഖഹുമാ, ആരെങ്കിലും മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ ഫഖദ് അസായ, അവൻ തീർച്ചയായും എന്നോടും എതിര് ചെയ്തവനായി, അവൻ എതിര് പ്രവർത്തിച്ചവനായി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതൊക്കെ വലിയ വിഷയങ്ങൾ തന്നെയാണ്. ഉമ്മയും ബാപ്പയുമായുള്ള ബന്ധം ഈ ദുനിയാവിൽ മാത്രമല്ല, അവരുടെ മരണാനന്തരം അവരുടെ ആഖിറത്തിനുള്ള സന്തോഷത്തിന് വേണ്ടിയുള്ള ബന്ധം കൂടിയാവണം. പടച്ചോൻ തൗഫീഖ് തരട്ടെ. വഖാല, എന്നിട്ട് മുത്തുനബി പറയുകയാണ്, മാമിൻ അബ്ദിൻ സല്ലൽ ഫരീള, ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ അയാൾ ഫർള് കൃത്യമായി നിസ്കരിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? നിസ്കാരം നിർവഹിച്ചോ, വദആ ലിവാലിദൈഹി ബിൽ മഗ്ഫിറ, ബാപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കാൻ വേണ്ടി അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്താൽ ഇല്ലസ്തജാബല്ലാഹു തആല ലഹു ദുആഅഹു, അവന്റെ ദുആയെ ബാപ്പയെയും ഉമ്മയെയും ഉൾപ്പെടുത്തി എന്ന കാരണത്താൽ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യുന്നതാണ്. വഗുഫിറ ലഹു, അവന് പൊറുക്കപ്പെടുകയും ചെയ്യും അവന്റെ ദോഷങ്ങൾ. ബിബറക്കത്തി ദുആഇഹി ലഹുമാ, ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്തില്ലേ, വലൗ കാനാ ഫാസിഖീൻ, ആ ഉമ്മയും ബാപ്പയും ചില തെറ്റുകൾ സംഭവിച്ച ആളുകളാണെങ്കിൽ പോലും ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, ആ ഒരു കാരണത്താൽ ഇവന്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുകയും ഇവൻ അല്ലാഹു ബറക്കത്ത് ചൊരിയുകയും ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. എല്ലാരും ആമീൻ പറയണം. എല്ലാരും ആമീൻ ആവശ്യമുണ്ട്. പടച്ചോനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ റബ്ബേ. വാപ്പയോടും ഉമ്മയോടുമുള്ള ബാധ്യത അതൊരിക്കലും ചെറുതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ബാധ്യതയിൽ പ്രാധാന്യം കാണാതിരിക്കുന്നത് വമിൻ അലാമാത്തി സഅ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അങ്ങനെ അല്ലാഹുവേ, പടച്ചോനെ, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ശ്രദ്ധിക്ക സഹോദരാ സഹോദരി, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ മിൻ റജുലിൻ മാത വാലിദാഹു വഹുമാ ഗൈറു റാളീന അൻഹു ഇല്ലാ അഖ്റജല്ലാഹു റൂഹഹു അലാ ഗൈരി ഷഹാദ. ഒരു മുഅ്മിൻ ശ്രദ്ധിക്കണം. ഞാൻ വല്ലാതെ വിശദീകരിക്കുന്നില്ല. എനിക്കറിയാം ചില മാതാപിതാക്കൾ മക്കളെ സംബന്ധിച്ച് എന്നോട് വന്ന് പറഞ്ഞ സങ്കടങ്ങൾ. മക്കളുടെ ദുസ്വഭാവം കൊണ്ടും മക്കളുടെ ചവിട്ടേറ്റിട്ട് പോലും വിഷമിച്ച് ഇന്നെന്റെ മോന് തല്ലി ഉസ്താദേ എന്ന് വന്ന് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നെന്റെ മോൻ തല്ലി, എന്റെ മോന്റെ കൊല്ലിക്ക് പിടിച്ച് ഞെക്കി. അത് പറയുന്ന സങ്കടത്തിന്റെ ഒരു ആഴം എത്രയാണ് റബ്ബേ. അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ. ചില വാക്കുകൾ മതി, സഹിക്കാൻ കഴിയാത്ത ചില വാക്കുകൾ ചിലപ്പോൾ മക്കളിൽ നിന്നുണ്ടാകും. അങ്ങനെയൊക്കെ അതൊക്കെ കേട്ട് സഹിച്ച് പുറത്തൊരാളോട് പറയാൻ കഴിയാതെ സങ്കടപ്പെട്ട് കഴിയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. പടച്ച റബ്ബേ, അല്ലാഹുവേ, നീ കാവൽ നൽകണമേ റബ്ബേ. ഒക്കെ പറയുമ്പോഴും പറയാണ്, ഉമ്മയും ബാപ്പയും ശ്രദ്ധിക്കണം. ഉമ്മയും ബാപ്പയും എപ്പോഴും താങ്ങും തണലും ആശ്വാസവുമായി നിൽക്കണം. അവര് നിൽക്കേണ്ടിടത്ത് നിൽക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും മക്കളിൽ നിന്ന് അങ്ങനെ കേൾക്കേണ്ടി വരുന്നത്. അതും വേണമല്ലോ പറയാ. നമ്മൾ എപ്പോഴും മക്കൾക്ക്, പേരക്കുട്ടികൾക്ക്, കുടുംബത്തിന് താങ്ങും തണലുമായി നിൽക്കണം. ഒരിക്കലും വെവ്വേറെ കണ്ണോടുകൂടെ കാണുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഒരു മോനും അവന്റെ ഭാര്യക്കും അവരുടെ കുടുംബത്തിനും ഒരു പ്രത്യേക പരിഗണന നൽകുക. മറ്റൊരു മകനുണ്ട്, ആ മകനും ഭാര്യക്കും കുട്ടികൾക്കും അതുപോലെ പരിഗണന കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ പെൺമക്കൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവര് കൊല്ലത്തിൽ 2-3 തവണ വരിക. അപ്പോഴത്തേക്ക് അവരായിട്ട് എടുത്ത് തലയിൽ വെക്കും. അവരെന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ അതിന്റെ കണക്ക് നല്ലോണം അത് വലിയ സംഭവമാക്കി പറയുകയും ചെയ്യും. ആൺമക്കൾക്ക് അവരുടെ അതുപോലെ മരുമക്കൾക്ക് അവർക്കൊന്നൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുക. അവര് ചെയ്യുന്നതൊന്നും സേവനങ്ങൾ കാണാതിരിക്കുക. ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങൾ മാതാപിതാക്കളിൽ ഉണ്ടായാൽ അതിന്റെ തിക്തഫലം അവർ അനുഭവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പെൺമക്കൾക്ക് വലിയ പ്രാധാന്യമായിട്ട് കൊടുക്കുക. എപ്പോഴെങ്കിലും ഇക്കാര്യം അവര് വരുമ്പം പരിഗണിക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊരു തരം ഒരു 2 കണ്ണോടുകൂടെ കണ്ടുകൊണ്ടുള്ള പരിഗണനയാവാൻ പാടില്ല. നമ്മളെപ്പോഴും അത് ചിന്തിക്കണം. നമ്മൾ എന്നത്, മാതാപിതാക്കൾ എന്നത് എല്ലാവർക്കും താങ്ങും തണലും ആശ്വാസവുമായി മാറണം. അങ്ങനെ ആശ്വാസമായി മാറേണ്ടവർ അവര് കുത്തുവാക്ക് പറയുമ്പോൾ, അവരിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടാകുമ്പോൾ അത് നേരെ തിരിച്ചും വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. നമ്മുടെ ഓരോ വാക്കുകളും ആശ്വാസവും സന്തോഷവും സലാമത്തും പകരുന്നതാവണം. അല്ലാഹു ആ നിലയിലൊക്കെയുള്ള സന്തോഷ ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു റാഹത്ത് നൽകട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ചിലന്മാരങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ദുസ്വഭാവത്തോടുകൂടെ പെരുമാറുന്ന ചില ഉമ്മാരുണ്ട്. അത് വന്നിട്ട് മക്കൾ സങ്കടം പറയും. നേരത്തെ ഉമ്മാരെ കുറിച്ച് മക്കളുടെ സങ്കടങ്ങൾ, മക്കളുടെ പെരുമാറ്റ ദൂഷ്യങ്ങൾ പറയുന്ന ഉമ്മമാരെ കുറിച്ച് പറഞ്ഞില്ലേ? അതുപോലെ ഉമ്മയുടെ സ്വഭാവം കൊണ്ട്, ബാപ്പയുടെ സ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന മക്കളുണ്ട്. മക്കളെ കല്യാണം കഴിക്കാൻ പോലും സമ്മതിക്കാത്ത ഉമ്മാരുണ്ട്. ഒരു പക്ഷേ ഈ വയല് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. എൻ്റെ അടുക്കൽ ഒരു ബിരുദമെടുത്ത ഒരു പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് 30 വയസ്സായി, എൻ്റെ ജ്യേഷ്ഠന് 38-40 വയസ്സായ ജ്യേഷ്ഠന്മാരുണ്ട്. അവരെന്തോ കാരണം കൊണ്ട് കല്യാണം കഴിക്കുന്നില്ല. ഉമ്മ വാശിയാണ്, കല്യാണം കഴിക്കാൻ പാടില്ല. ഒരു ജ്യേഷ്ഠൻ കഴിച്ചു, പക്ഷെ ഇന്ന് വരെ അവളെ ഞങ്ങളെ വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല. എന്നെ കല്യാണം കഴിക്കാൻ ഉമ്മ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഒരു സങ്കടം ഈ അടുത്ത് ഇവിടെ എൻ്റെ റൂമിൽ, യത്തീംഖാനയിൽ ഈ റൂമിൽ വന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ ഉമ്മയുടെ ചില നിലപാടുകൾ എന്താണാവോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല ബുദ്ധി കൊടുക്കട്ടെ. എന്നിട്ട് എന്നോട് പറയും ചെയ്തു, പലപ്പോഴും നിങ്ങളെ കൊണ്ടോട്ടി ക്ലാസ്സിലൊക്കെ വന്നിരുന്നു, ഇപ്പൊ കേൾക്കലുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയൂല, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ ക്ഷീണല്ലേ? അങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ? പടച്ച റബ്ബ് നല്ല ബുദ്ധി നൽകട്ടെ. അപ്പോൾ നമ്മളുടെ ഭാഗം നമ്മൾ ക്ലിയറാക്കണം. മാതാപിതാക്കൾ എന്ന നിലയിൽ താങ്ങും തണലും ആശ്വാസവും പകരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം.
അങ്ങനെയൊക്കെ പരിഗണിക്കുന്ന, സ്നേഹിക്കുന്ന, സന്തോഷത്തോടുകൂടെ കഴിയുന്ന മാതാപിതാക്കൾ അവരുടെ ആ ഒരു സ്നേഹവും ആ ഒരു പെരുമാറ്റവും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ അവരെ വേദനിപ്പിച്ചാൽ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, മാമിൻ റജുലിൻ, ഒരാൾ മാതവാലിദാ, അവന്റെ ഉമ്മയും ബാപ്പയും മരണപ്പെട്ടു പോയി, വഹുമാ ഗൈറു റാളീന അൻഹു, ഇവർ അസംതൃപ്തരാണ് ഇവന്റെ വിഷയത്തിൽ. മരിച്ച ബാപ്പാക്കും ഉമ്മാക്കും ഇവനോട് പൊരുത്തമില്ല, ഇവന്റെ കാര്യത്തിൽ അവർക്ക് സങ്കടമാണ്. കാരണം ആ ബാപ്പയെയും ഉമ്മയെയും പരിഗണിക്കാത്തവനാണിവൻ. എന്നാൽ ഇല്ലാ അഖ്റജല്ലാഹു റൂഹഹു അലാ ഗൈരി ഷഹാദ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയുണ്ടല്ലോ, ആ കലിമത്തിന്റെ മേലിലല്ലാതെയാണ് അവന് പുനർജന്മമുണ്ടാവുക. അവൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ യഥാർത്ഥ ഷഹാദത്തിന്റെ മേലിലാവില്ല അവൻ. മഅദല്ലാഹ്, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. മാത്രമല്ല വലാ യഖ്റുജു മിൻ ഖബരിഹി, അവന്റെ ഖബറിൽ നിന്നവൻ പുറപ്പെടുകയില്ല. ഇല്ലാ വഅലാ വജ്ഹിഹി മക്തൂബുൻ ഹാദാ ജസാഉ മൻ അഖ്വാലിദൈ, അവന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകും, ഹാദാ ജസാഉ മൻ അഖ്വാലിദൈ, മാതാപിതാക്കളെ വെറുപ്പിച്ചവർക്കുള്ള പ്രതിഫലമാണിതെന്ന് അവന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചോൻ കാക്കട്ടെ. അല്ലാഹു മാതാപിതാക്കളുടെ സമ്പൂർണ്ണ സംതൃപ്തി നേടി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മാതാപിതാക്കളിൽ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹമത്തും നൽകട്ടെ. എല്ലാ സന്തോഷവും അല്ലാഹു അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ.